എന്തിനാണ് ആഷിയെ തല്ലിയത്? ചുമ്മാ ഒരു രസം, ജീവിതത്തിൽ കുറച്ചൊക്കെ അഡ്വഞ്ചർ വേണ്ടേ? ഞാൻ ആഷിനെ തല്ലിയതോ? ആഷി വേറെ പെണ്ണിന്റെ കൂടെ പോയതിന്? നിന്റെയൊക്കെ കയ്യിലിരിപ്പ് വെച്ചത് സ്വാഭാവികമാണല്ലോ. ആഷി വേറെ പെണ്ണിന്റെ കൂടെ പോയതിന്? ഞാനൊരു മനുഷ്യജീവിയിൽ എനിക്കൊരു വികാരങ്ങള്. ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഏതൊരു പങ്കാളിയും അവരെ ചതിച്ചു കഴിഞ്ഞാൽ ആ പങ്കാളിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഞാനും ചെയ്തിട്ടുള്ളൂ. എന്റെ കോൺസെപ്റ്റ് പറയുകയാണെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാര് മറ്റൊരു ബെഡ് സ്പേസ് തേടി പോയി കഴിഞ്ഞാൽ അത് ഞാൻ സഹിക്കത്തില്ല. അവനൊരു സാധുവാണെന്നേ. പക്ഷെ ഞാൻ അവനെ കുറ്റം പറയുള്ളൂ. ആണുങ്ങളായ ഒരു പിടിപ്പ് വേണം. ആണുങ്ങൾക്ക് പിടിപ്പില്ലെങ്കിലേ ആരെങ്കിലും വന്ന് കണ്ണും കൈയും കാണിച്ചാൽ ഭാര്യ ഇറങ്ങി അവന്റെ കൂടെ അങ്ങ് പോകും. അത് ശരിയാ. അങ്ങനെ അതെച്ചാ പുള്ളി വേറൊരു ലൈവിൽ വന്നിരുന്നിട്ട് കാണിക്കുന്നുണ്ടല്ലോ മുഖത്തിങ്ങളെ പാടുകൾ ഇന്നെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അന്ന് എനിക്കൊന്ന് ലൈവ് ചെയ്യുന്ന സമയത്തും ജെസ്സിയുടെ മുഖത്തും ഇവിടെ കണ്ണിന്റെ പക്ഷേ ആഷിക്കായിരുന്നു പരിക്കുകൾ കൂടുതല്. അതുകൊണ്ട് ഞാൻ ഇയാളുടെ വൈഫിനെ അഭിനന്ദിക്കണം. ഇത്രയും ക്രൂരമായ രീതിയിൽ പുള്ളിയെ തള്ളി താഴെയിടാനായിട്ട് അല്ലെ തള്ളി താഴെയിടാൻ അല്ലെങ്കിൽ അടിച്ച് താഴെയിടാൻ മാത്രം വലിയ ഞാൻ അടിച്ചിട്ടില്ല. എന്തോ എങ്ങനെ സാറ് വേണേ അവനോട് ചോദിച്ചു നോക്ക്. അല്ലേ വേണ്ട, അവൻ വാ തുറന്ന കള്ളമേ പറയാം. ഞാൻ ആഷിനെ അടിച്ചിട്ടില്ല. പക്ഷേ സോഷ്യൽ മീഡിയ ഡിജിറ്റൽ തെളിവുകളാണ് അടിച്ചതല്ല. ഞാൻ ആഷിനെ കടിക്കുക ചെയ്തത്. പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടുമാതിരി ഒരുമിച്ചല്ല കടിച്ചു പറിക്കണത്. പിന്നെ ചെറുക്കന് കണ്ണു കണ്ടു. ഇമോഷണലി മെന്റലി ടോർച്ചർ ചെയ്യുന്ന ഒരാളെ ഒരിക്കലും ഞാൻ നിഷേധിക്കും. കാരണം ഞാൻ എന്നെ അറിയുന്നവർക്കറിയാം ഞാൻ ഭയങ്കര തല്ലാൻ. കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. അല്ല, ഞാൻ ഭയങ്കര കൂളാണ്. ഞാൻ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ്. ഭയങ്കര കൂളാ. അപ്പൊ ആഷിനെ തല്ലിയതോ? നിങ്ങളല്ലേ ആദ്യം അടിക്കുന്നേ. കേറി നിങ്ങൾ തന്നെ പറഞ്ഞു കാരണം കുറ്റി നോക്കി കൊടുത്തുന്ന്. ഇവള് ചില്ലറക്കാരിയല്ല. അത് ഞങ്ങൾക്കും അറിയാം. താടിക്ക് തീ പിടിക്കുമ്പോ ബീഡി കത്തിക്കല്ലേ സാരഥി. പിന്നെ ഞാൻ എന്റെ ഒരു ആളെ, ഞാൻ അത്ര സ്നേഹിക്കുന്ന വ്യക്തിനെ വേറൊരാളെ കൂടെ കണ്ടാൽ ഞാൻ പിന്നെ എന്ത് ചെയ്യും? ഭയങ്കര കഷ്ടായിപ്പോ നിങ്ങളെ കാര്യം. ഞാൻ അത്രമേൽ സ്നേഹിച്ച വ്യക്തിയാണ്. അപ്പൊ എനിക്ക് ഇത് ഒരിക്കൽ കൂടെ ചെന്ന പുള്ളിയെ കഥം അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പക്ഷെ ഇനി പോകില്ലാന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അത് ഇതിൽ ഞാൻ കൊടുക്കും. പെങ്കോന്തെന്ന് കേട്ടേ ഉള്ളൂ, ഇപ്പൊ കണ്ടു. നിങ്ങള് വന്നിരുന്നപ്പോ തന്നെ എന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഡീസന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കണം എന്നൊരു അഹങ്കാരത്തോടുകൂടി എന്നോട് പറഞ്ഞു. എന്റെ ഒരു ഹോട്ട് സീറ്റിന് അല്ല, കാരണം ഇയാളെ ഇന്റർവ്യൂ ഞാൻ കണ്ടതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. നിന്ന് ചെറിയാതെ സോറി യുവർ ഓണർ, ഇത്തിരി വിവരക്കേടിന്റെ അസുഖമുള്ള കുട്ടിയാ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് മറുപടി ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് ആദ്യം മുൻകൂട്ടി പറഞ്ഞത്. ഇയാളെ പേടിച്ചിട്ടൊന്നല്ല. അയ്യേ, പേടിയോ? എനിക്കോ? ഞാൻ ആളെ മകൻ തൊട്ടിയാണെന്ന് അറിയാവില്ല. മോത്ത് എഴുതി വെച്ചിരിക്കുന്ന എന്തിനാ വിളിച്ചു പറയുന്നത്? അല്ല, എന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലല്ല, ഇയാളെ പേടിക്കേണ്ട ആവശ്യം എനിക്ക് എന്തല്ലത്. കാരണം ഇയാളെ കൊമ്പുണ്ടോ? അല്ല, ഇയാളെ കൊമ്പുള്ളത് പോലെയാണ് ചില ഇന്റർവ്യൂ സംസാരിക്കുന്നത്. നിങ്ങളുടെ പേടി മറയ്ക്കാനാണ് നിങ്ങൾ അങ്ങനെ ഇൻട്രോ എന്റെ മുമ്പിൽ കൊണ്ടിട്ടത്. ഞാൻ ഇതാ, എനിക്ക് ദേഷ്യം കോപത്തിൽ ദുർവാസാവിന് തുല്യനാ അദ്ദേഹം. ഷാരിയുടെ ഇന്റർവ്യൂ ആണെന്ന് അറിഞ്ഞിട്ടാണ് സഭ്യതയോടെ പെരുമാറുക. ഞാൻ സഭ്യത വിട്ട് പെരുമാറിയിട്ടില്ല. എനിക്ക് ഷാരികയോടാണ് പറയാനുള്ളത്. ഞാൻ എന്ത് സഭ്യതയാണ് കുറവാണ് ഇവിടെ കാണിച്ചത്? നിങ്ങൾ വന്നപ്പോഴേ നിങ്ങളെ പ്രകോപിപ്പിക്കുക ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്ന് എന്നോട് പറയുകയാണ് മര്യാദയ്ക്ക് സംസാരിക്കണം. ഇതുപോലെ ഒന്നേ ഉള്ളൂ. ഇവളെ ഉണ്ടാക്കിയ ശേഷം പടച്ചോനെ അച്ഛൻ ഉടച്ചു കളഞ്ഞു. ഇവളെ തർക്കശാസ്ത്രത്തിൽ PhD എടുത്തവളാണ്, പറഞ്ഞു ജയിക്കാൻ പറ്റൂല. ഞാൻ പറഞ്ഞത് ഇയാളുടെ ഇന്റർവ്യൂ കണ്ടിട്ട് എനിക്ക് സത്യം പറയാൻ ഞാൻ രണ്ടര പറയാനായിട്ട് തന്നെയാണ് വന്നത്. ഞാൻ തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെ പറ്റി വളരെ മോശം അഭിപ്രായമാണ്. അതിനെനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട്. പക്ഷേ ഇനിയെങ്കിലും എല്ലാരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചു. എന്താണ് ഇത്ര പറയാനുള്ളത്? ഇത്ര ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആശാനെ, അവളോട് വേണ്ട കളി. അതെ, ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ. ജില്ലക്കിലോ കൊലയില്ലാത്ത കൊമ്പൻ. ഇയാളെ പല ഇന്റർവ്യൂകളും കാണുമ്പോ എനിക്ക് തോന്നാറുണ്ട് ഈ ഇരിക്കുന്ന ഇപ്പോഴത്തെ സീറ്റിൽ ഇരിക്കുന്ന ആൾക്കാർ എന്തോ പഴം വിഴുങ്ങിയിരിക്കുകയാണെന്നത്. 100% ഞാൻ യോജിക്കുന്നു. കാരണം എന്തുകൊണ്ടാണ് മറുപടി പറയാത്തത്? ഉത്തരം മുട്ടുന്നവർ അങ്ങനെ പലതും പറയും. പഴം വിഴുങ്ങി മുട്ടുമ്പോഴല്ല എനിക്ക് ഉത്തരം മുട്ടേണ്ട ആവശ്യമുള്ളത്. ഇയാള് എന്തേട്ടോ ഉണ്ടോക്കി കാണിക്കരുത്. ഇല്ല ഏട്ടോ, ഇവള് തറയാണെങ്കിൽ ഞാൻ തത്തറയാ. നല്ല കോമ്പിനേഷൻ. ഒരാളെ പേഴ്സണൽ കാര്യങ്ങൾ എടുത്തിട്ട് നിങ്ങൾ മറ്റേ ക്യൂട്ട്നസ് വാരി വിതറാനല്ല. നിങ്ങൾ ഇവിടെ ഒന്ന് പാറ്റ് ചെയ്യുന്നല്ലോ നിങ്ങൾ വിചാരിക്കുന്നത്. ഹോട്ട് സീറ്റ് ആണ്, നിങ്ങൾക്ക് ക്രിറ്റിസിസം ഫേസ് ചെയ്യേണ്ടി വരും. അതെ, അത് മനസ്സിലായി. അല്ല, അത് മനസ്സിലായി. ചിലപ്പോ തല്ലിന്ന് വരും. ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ? ചുമ്മാ പറഞ്ഞതാ. അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും. അയാൾ ചെയ്യുമെന്ന് പറഞ്ഞ ചെയ്തിരിക്കും. അതിനിത്തിരി പൊളിക്കും, തല്ലാനിത്തിരി പൊളിക്കും. നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ? പിന്നെ അല്ലെങ്കിലും ഞാനിവിടെ വന്നപ്പോ മുതല് റോസ് എന്നെ വിട്ടിട്ട് പീഡിപ്പിക്കല്ലേ.
എന്നോട് ഇങ്ങനെ പോരെടുക്കാൻ എന്ത് തെറ്റ് ഞാൻ ചെയ്തത്? ആഗ്രഹിച്ച കാര്യമാണ്. നിങ്ങൾ എങ്ങനെ ആശയം സഹിച്ചു ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് കുറെ ആൾക്കാർ ആഗ്രഹിച്ച കാര്യമാണ് ഞാൻ ചെയ്തത്. ഞാനല്ല ഇവിടെ അവരെ കുറെ ഒരു മര്യാദ വേണം സ്ത്രീയെ. പൊന്നോ ഒടുക്കത്താ പിന്നെ